അങ്ങനെ ഫാമിലി വേറെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങൾക്ക് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒന്നും ഇല്ല, ഇന്ന് ഫാമിലി ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തെന്നാൽ പിന്നെ ചുമ്മാ ഇരിക്കുകയാണ്, അപ്പോൾ പോർക്ക് ബാർബിക്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓർത്തെന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ അത് കാണിച്ചാൽ ഒരു വീഡിയോ ആക്കുമല്ലോ, അങ്ങനെ ഓർത്ത്. അപ്പോൾ ഇതാണ് എൻ്റെ വൈഫ് ജോഷിൻ. എന്നെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തരുന്നത് ജോഷിനാണ്, എല്ലാ വിളച്ചനും കാണിക്കാനുള്ള സപ്പോർട്ട്. പിന്നെ ഇത് ബേബു അറിയാം, ബേബുവിനെ അറിയാം. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് കൂടുതൽ വലിച്ചു കയറലൊന്നുമില്ല, നേരെ പോർക്ക് ബാർബിക്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പം ഇത് പോർക്ക് റിബ്സ് ആണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കോസ്കോയിൽ നിന്ന് റിബ്സ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് കട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് മുറിച്ചാൽ, അപ്പോൾ വെട്ടി മുറിക്കേണ്ട കേസൊന്നും ഇല്ല, അപ്പോൾ ചെറിയ പീസായിട്ട് കിട്ടും. പോർക്ക്, പിന്നെ പെരുംജീരകം, കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കുരുമുളക്, മഞ്ഞൾ, ഉപ്പ്, അനാറിൻ്റെ പൗഡർ, നല്ല ടേസ്റ്റാണ് അനാറിൻ്റെ പൗഡർ, പിന്നെ ഉരുളക്കിഴങ്ങ്, അതൊക്കെ നമ്മൾ പിന്നെ ലാസ്റ്റ് ബാർബിക്യൂ ചെയ്തിട്ടിടാൻ വേണ്ടിയുള്ള ഇതാണ് ഇതൊക്കെ. ഉരുളൻകിഴങ്ങ്, ക്യാപ്സിക്കം, നാരങ്ങ, കുക്കുംബർ, സവോള, ബ്രോക്കളി, പിന്നെ ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. അപ്പം ഇത് നമ്മൾ നാരങ്ങ നീരിൽ ഇത് നമ്മുടെ പോർക്കിൻ്റെ റിബ്സ് ഒന്ന് സോക്ക് ചെയ്യും അല്ലേ, 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാം. പിന്നെ വെളുത്തുള്ളി, മുളക്, ഇഞ്ചി, പെരുംജീരകം, മുളക് അല്ലേ, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യും, അരയ്ക്കും. ഉപ്പും എല്ലാം കൂടെ ഇട്ട്, അനാറിൻ്റെ പൗഡർ ഇതെല്ലാം കൂടെ ഇട്ട്. അപ്പോൾ ഓക്കെ, ഇനി എന്തായാലും അരയ്ക്കുക, ഇത് പരട്ടി വെക്കും. ഇപ്പോൾ സവർ ക്രീം നമ്മൾ ആഡ് ചെയ്യുകയാണ്. സവർ ക്രീമും നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, സവർ ക്രീം, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, നമ്മളിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/4 മണിക്കൂർ ഇരിക്കണം. മിനിമം 1 മണിക്കൂർ ഇരുന്നാൽ അത്രയും നല്ലത്, പക്ഷേ ഒരു 1/4 മണിക്കൂറെങ്കിലും ഇത് വെക്കാം നമുക്ക്. ഓക്കെ, ഞാനിത് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാനാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ഒരു 3/4 മണിക്കൂർ ഞാൻ വെച്ചുള്ളൂ, കാരണം വെയിൽ പോകുന്നതുകൊണ്ട് ഒരു 3/4 മണിക്കൂർ ഇരുന്നാൽ മതി. നല്ലപോലെ ഇത് മാരിനേറ്റ് ചെയ്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് മുമ്പേ അരയ്ക്കാൻ വെച്ച സാധനമെല്ലാം എന്നിട്ട് മൊത്തം എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മൾ അരച്ചേക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ അനാറിൻ്റെ പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പില്ല നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത്. ശരി, നമുക്ക് മീറ്റ് മസാലയും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടേക്കാം. എന്തായാലും ഇപ്പം നല്ല പോലെ ഇത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 1/2 മണിക്കൂർ കൂടി ഇത് വെക്കാം. 1/2 മണിക്കൂർ വെക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബാർബിക്യൂ മെഷീൻ ഒന്ന് ചൂടാവും. അപ്പോൾ ഇപ്പോൾ ഏകദേശം അതൊരു 350 ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പോർക്ക് വെക്കാം നമുക്ക് അതിനകത്തിട്ട്. തുറക്കാം, ഉണ്ട് നല്ല ഗംഭീര ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തീ നമ്മൾ കുറച്ചിട്ടേക്കുവാണ്. ഇപ്പം 0-1 ഇട്ടേക്കുവാണ് എല്ലാം. നേരത്തെ ഹൈ ഫ്ലെയിമിലായിരുന്നു, ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യണം.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു അടച്ചു വെക്കാം, കാരണം ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് നേരം. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഇല്ലെങ്കിൽ മസാല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരി ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ജംഗ്ഷൻ ഇപ്പോൾ കാണിച്ചത്. അപ്പം അവിടെ ദൂരെ അങ്ങ് മലയുണ്ട്, മല മൊത്തം നല്ല മലയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കാണാം, മഞ്ഞ് സമയത്ത് മൊത്തം ഇങ്ങനെ മൂടി കിടക്കും. സമ്മറായി കഴിയുമ്പോഴും നല്ലതാണ്, മഞ്ഞ് മൊത്തം മല മൊത്തം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിനി എന്തായാലും ഒന്ന് മറിച്ചിടാം. നമുക്ക് കുറച്ച് ഓയിൽ അടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിലേ ഇത് മൊത്തം അങ്ങ് ഡ്രൈ ആയിപ്പോവും. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഓയിൽ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരു 9 മണിയായി രാത്രിയിൽ. അപ്പം ഞങ്ങളിതൊരു 5 മണിയായപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഇത് ഇറച്ചി അരിഞ്ഞു, വെജിറ്റബിളെല്ലാം ഇങ്ങനെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്തൊക്കെ കഴിക്കരുത്, കാരണം കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു ഗുണം കിട്ടത്തില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും മാരിനേറ്റ് ചെയ്ത്. ശരിക്കും ഇത് ഇറച്ചിയിലോട്ടൊക്കെ പിടിക്കും, കാരണം നമ്മൾ ആ നാരങ്ങയും മറ്റേ സവർ ക്രീമും. പക്ഷേ സവർ ക്രീം ഇല്ലെങ്കിൽ തൈരായാലും മതി അല്ലേടി, തൈരായാലും മതി. തൈരാണെങ്കിലും ബെസ്റ്റാണ്, സെയിം ടേസ്റ്റ് വരും. പക്ഷേ സവർ ക്രീം ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇവിടുത്തെ തൈര് നമുക്ക് അത്ര പുളി കിട്ടത്തില്ല, അതുകൊണ്ടാണ് സവർ ക്രീം ഉപയോഗിച്ചത്. നമുക്കൊരു ഇറച്ചിക്ക് ഇച്ചിരി പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉള്ളൂ. പക്ഷെ എന്തായാലും കാത്തിരുന്ന് കഴിക്കുന്നതിനൊരു ടേസ്റ്റ് ഉണ്ട്. കാത്തിരുന്ന് കഴിക്കാതിരിക്കരുത്, മാരിനേറ്റ് ചെയ്ത് വെച്ചേ കഴിക്കാവൂ. ഫൈനൽ റിസൾട്ട് നല്ലതായിരിക്കും, നോക്കാം. അപ്പം നമ്മുടെ പോർക്ക് ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. നല്ല ഒരു മുരിഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എടുക്കാം. നമ്മുടെ വെജിറ്റബിൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിതെല്ലാം പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു. ഇനി ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഒരു 5 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. 9:30 ആയിപ്പം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പ്രിപ്പറേഷൻ നല്ല ടേസ്റ്റ് ഉണ്ട്, മണമുണ്ട്. ചെറുതായി ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇച്ചിരി മെനക്കേടാണ്, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റാണ്. ധൈര്യമായിട്ട് ട്രൈ ചെയ്തു. ഫാമിലി മാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ, ഇതത്ര കൗതുകമായിരുന്നു തോന്നുന്നില്ല, പക്ഷേ എങ്കിൽ പോലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.